ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ ദിനചന്ദ്രൻ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം കൊളാബറേഷൻസിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഈ PR പ്രൊഡക്ട്സ് കിട്ടുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്കത് എന്തായാലും റിപ്ലൈ ചെയ്യണം തോന്നി. കാരണം എന്നെ കണക്ക് തന്നെ ഈ ഫീൽഡിലേക്ക് വരാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്കറിയാം കേട്ടോ അത്. അപ്പോൾ അവർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് PR വന്നത് ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നു കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ബ്രാൻഡ്, അതായത് ഞങ്ങൾ പ്രോഡക്റ്റ് അയച്ചു തരാം, നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ആദ്യമേ വന്നപ്പോൾ ഞാൻ നോ പറഞ്ഞു. കാരണം എനിക്ക് പേടിയായിരുന്നു ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതെനിക്ക് തോന്നുന്നു എന്തോ കോഫി പൗഡറോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കിൻ്റെ എന്തോ ആയിരുന്നു, കളർ ബാറിൻ്റെ ലിപ്സ്റ്റിക്കാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ആണ് എനിക്ക് വന്നത്. ഇതൊന്നും അല്ലായിരുന്നു എനിക്ക് ആദ്യം വന്നത്. ഒരു 2019 ആ സമയത്ത് മാനായുർവേദയുടെ ഓയിലായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. PRs കാര്യങ്ങൾ എനിക്ക് ഭയങ്കര നാണമായിരുന്നു, ഭയങ്കര ഷൈ ആയിരുന്നു ഇതിങ്ങനെ ചെയ്ത് വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. 2018-19 ആ ടൈം തൊട്ടൊക്കെ എനിക്കിങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നെങ്കിലും എനിക്കത് വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് എനിക്ക് എന്തോ ഭയങ്കര നാണമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യാമെന്നൊരു ഓക്കെ ആയ ടൈമിലാണ് ഇങ്ങനെ വന്നത്. അതെനിക്ക് തോന്നുന്നു കളർ ബാറാണെന്ന് തോന്നുന്നു എനിക്ക് ആദ്യമായിട്ട് വന്നത്. അവരുടെ ഒരു പാട്ടുമായിട്ട് ഒരു ഹുക്ക് സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വീഡിയോ കണ്ടിഷ്ടമായിട്ട് വേറെ ഒരു ബ്രാൻഡിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചു. ഞങ്ങൾ ഇന്ന പോലെ ഇത് കണ്ടിട്ടാണ് വരുന്നത്, ഞങ്ങൾ ഇന്നണക്ക് പ്രൊഡക്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാമോ അങ്ങനെയൊക്കെ പറഞ്ഞ് വന്നു. അപ്പോൾ അപ്പോഴാണ് ഞാൻ ശരിക്കും അറിയുന്നത് ഇത് എന്താ പറയുക നല്ലൊരു പരിപാടിയാണ് എന്നുള്ളത് അറിയുന്നത്. അങ്ങനെ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ടാണ് കൂടുതലും അപ്രോച്ചസ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ചില ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ എന്താ പറയുക ഇന്ന ആപ്ലിക്കേഷൻസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്ലേ സ്റ്റോറിൻ്റെ കൊടുത്തേക്കോട്ടെ, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻസിൻ്റെ പേര് പറഞ്ഞു തരാം. ഫ്രീ സ്കൗട്ട്, ഇൻഫ്ലോസോ, ഇൻഫ്ലുവൻസർ ആപ്പ്, കോഫ്ലുവൻസ്, ഓപ്പ, ദി ഗുഡ് ക്രിയേറ്റർ കോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്തത് ഗുഡ് ക്രിയേറ്റർ കോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്യാഷ് ഇറക്കി മേടിച്ചിട്ട് ഇത്ര ദിവസം കഴിയുമ്പോൾ റീഫണ്ട് ചെയ്യുന്ന പരിപാടിയായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഞാൻ ഫ്രീ സ്കൗട്ട് അതിനെക്കുറിച്ചിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, അതിനകത്ത് അക്കൗണ്ട് എടുത്തിട്ട് ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ അക്കൗണ്ട് എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും, റിക്വസ്റ്റ് അയക്കാൻ പറ്റും. ആ ടൈമിൽ നമ്മുടെ പ്രൊഫൈൽ ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ വീഡിയോ ആയിട്ട് റിവ്യൂ ചെയ്തത്, അതേപോലെ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നമ്മൾ അത് അപ്ലോഡ് ചെയ്തതിൻ്റെ ഒരു ലിങ്ക്, പിന്നെ അതേ കണക്ക് ആ പ്രൊഡക്റ്റ് നമ്മൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന 1-2 ഫോട്ടോസ്. അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. പിന്നെ സ്ക്രിപ്റ്റ് ചോദിക്കും. സ്ക്രിപ്റ്റ് അതിനകത്ത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇത്രയും കൊടുത്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആവുകയാണ്, നമ്മൾ സെലക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് പ്രൊഡക്റ്റ് ഡയറക്റ്റ് അയക്കും, നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിലേക്ക് അയക്കും. അങ്ങനെയായിരുന്നു എനിക്ക് ആദ്യമേ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വീഡിയോ കണ്ട് എങ്ങനെയോ ക്ലിക്കായിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് അല്ലാണ്ട് PRs വരാൻ തുടങ്ങി. അതായത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഞങ്ങൾ ഇന്ന ബ്രാൻഡിൻ്റെ ഇന്ന ക്യാമ്പയിൻ മാനേജറാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന പോലെ നിങ്ങളെ ഈ ഒരു ക്യാമ്പയിനിൽ പങ്കെടുത്താൽ കൊള്ളാമെന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് അയച്ചാൽ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാമോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ എന്തോ ചെയ്യും, എൻ്റെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ഇച്ചിരി പേടിയായിട്ട് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ വെച്ച് പിടിക്കും. അതിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ആ പ്രൊഡക്റ്റിൽ നോക്കിയിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് മൊത്തം എടുത്തിട്ട് നേരെ ഗൂഗിളിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടാവുന്നുള്ളത് ഇൻഗ്രീഡിയൻസ് ചെക്കറുണ്ട്, ആ ചെക്കറിൽ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്തിട്ട് എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നെനിക്ക് ഉറപ്പുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഓക്കെ പറയും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ടാണ് കൂടുതലും വരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ വർഷമാണ് 2023 ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ശരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് കൊളാബ് വന്നിട്ടുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ റീലിടാൻ അങ്ങനത്തുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു എന്തുകൊണ്ട് ഇതെനിക്ക് യൂട്യൂബ് ചാനലിലേക്ക് തുടങ്ങിക്കൂടാ എന്നെനിക്ക് തോന്നി. പക്ഷെ എനിക്ക് ഭയങ്കര നാണവും ചമ്മലൊക്കെയായിരുന്നു. ആളുകളെ ജഡ്ജ് ചെയ്യുമോ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. നമ്മളത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. പ്രധാനമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓഫ് കോഴ്സ് എൻ്റെ വീട്ടുകാർ സപ്പോർട്ടാണ്, ഫ്രണ്ട്സ് സപ്പോർട്ടാണ്, എങ്കിലും എനിക്ക് കുറച്ചൊരു ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും എന്നും വരട്ടെ എന്നുള്ള രീതിയിൽ യൂട്യൂബ് ചാനൽ ആരുടെ പറയാണ്ട് തുടങ്ങി. അങ്ങനെ അത് ആ ഒരു മാസം കൊണ്ട് തന്നെ ഞാൻ ഒരു മാസം 100 സബ്സ്ക്രൈബർ, അതിൽ കൂടുതൽ എനിക്ക് വേണ്ട, അത്രയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. എനിക്ക് ആ ഒരു ഇയർ എൻഡ് ആകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു വീഡിയോ എനിക്കൊരു എന്താ പറയുക 1000 വ്യൂ കഴിയണം, ഏതെങ്കിലും ഒരു വീഡിയോ എനിക്ക് 10,000 വ്യൂ കഴിയണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇട്ട് വെച്ചിരുന്ന ആ ഒരു ചെക്ക് ലിസ്റ്റ് കഴിഞ്ഞു. എനിക്ക് അങ്ങനെ ഇത് ക്ലിക്കാവും എന്നൊരു വിചാരം ഉണ്ടായിരുന്നില്ലടാ. അപ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെന്താ, ഞാൻ വീഡിയോസ് യൂട്യൂബിൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് യൂട്യൂബിൽ നിന്നും അതേപോലെ അല്ലാണ്ടും കണ്ടിട്ട് എനിക്ക് മെയിൽ വരാൻ തുടങ്ങി. അപ്പോൾ ആ മെയിലിൽ ഇത് കണക്കാണ്, ഞങ്ങൾക്ക് ഇന്ന പ്രൊഡക്റ്റ് നിങ്ങൾ റിവ്യൂ ചെയ്ത് കണ്ടാൽ കൊള്ളാം എന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് അയച്ചു തരാം, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ വരുന്നത് മൊത്തം ബാർട്ടർ ക്യാമ്പയിൻസ് ആണ്, പെയ്ഡ് അല്ല കേട്ടോ. ബാർട്ടർ ക്യാമ്പയിൻസ് ആണ്, അതായത് നമുക്ക് പ്രൊഡക്റ്റ് അവർ അയച്ചു തരും, ഇൻ റിട്ടേൺ നമ്മൾ വീഡിയോ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ക്ലിക്കായിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഡോട്ട് ആൻഡ് കീന്ന് വന്നു, പ്ലംന്ന് വന്നു, പിന്നെ അക്വാലോജിക്കായിന്ന് വന്നു, പിന്നെ ഏതാ ജ്യൂസി കെമിസ്ട്രി, കളർ കെമിസ്ട്രി, പിന്നെ ഏത് ബ്രാൻഡ്, അങ്ങനെ കുറച്ചധികം നല്ല ബ്രാൻഡ്സിൽ നിന്ന് എനിക്ക് PRs വന്നു. അത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ലടാ. അപ്പോൾ ഞാൻ ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ആസ് എ ബഡ്ഡിങ് ഇൻഫ്ലുവൻസർ എനിക്ക് നല്ല രീതിക്ക് തന്നെ കൊളാബ്സ് കിട്ടുന്നുണ്ടായിരുന്നു. കാരണം നമ്മളെ കൊണ്ട് ക്യാഷ് ഇറക്കി സാധനം മേടിച്ച് റിവ്യൂ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. കാരണം നമ്മൾ ഫിനാൻഷ്യലി അത്ര ഭയങ്കര ഒരു ഇതല്ല എന്നുണ്ടെങ്കിൽ, ഇത്ര സ്റ്റേബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ കൂടെ എനിക്ക് എന്തോ ലക്കാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എനിക്ക് നല്ല നല്ല ബ്രാൻഡ്സ്, പിൽഗ്രിം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അങ്ങനത്തെ ബ്രാൻഡ്സ് എന്നൊക്കെ എനിക്ക് നല്ല നല്ല രീതിക്ക് തന്നെ നല്ല പ്രോഡക്ട്സ് ഒക്കെ കൊളാബിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രോഡക്ട്സ് ഒക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ വേറെ പോയി മേടിച്ച് പിന്നെ അങ്ങനെയല്ല യൂസ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് മേടിക്കും, എനിക്ക് അത്രയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ മേടിക്കും, അല്ലെങ്കിൽ ഞാൻ ഈ PR വരുന്ന സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ കണ്ടൻറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക. മനസ്സിലായോ? നമ്മൾ എന്താ ഏതാന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചിലപ്പോൾ ഉള്ളത് വീട്ടിൽ വാസലിനായിരിക്കും, അത് റിവ്യൂ ചെയ്തിടുക. മനസ്സിലായി? അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുക. നമ്മുടെ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ ഇതിന് വേണ്ടി മേടിച്ച് മുടക്കാൻ നിൽക്കാണ്ട് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ 10 രൂപയുടെ സാധനമായിരിക്കും, ചിലപ്പോൾ 1 രൂപയുടെ സാധനമായിരിക്കും, ചിലപ്പം ഹിമാലയയുടെ 10 രൂപയുടെ ലിബാമായിരിക്കും. അങ്ങനെ നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇട്ട് തുടങ്ങി കഴിയുമ്പോൾ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് ക്ലിക്കാവൂടാ. ഇത് ആരെങ്കിലുമൊക്കെ കാണും, ഏതെങ്കിലും ബ്രാൻഡ്സിൻ്റെ ക്യാമ്പയിൻ മാനേജേഴ്സ് ആരെങ്കിലുമൊക്കെ കാണും. കണ്ടു കഴിയുമ്പോൾ അവർ നമുക്കിങ്ങനെ മെയിലയക്കും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. എനിക്ക് മെയിൽ വഴി അതേ കണക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജായിട്ട് അവരിങ്ങോട്ട് ചോദിക്കും. എന്നിട്ട് പിന്നെ അവർ ഒരു ഫോം തരും നമുക്ക്. ആ ഫോം നമ്മൾ ഫില്ല് ചെയ്യുക. പിന്നെ റെഗുലറായിട്ട് അവരുടെ പ്രൊഡക്ട്സ് എന്തെങ്കിലും ക്യാമ്പയിനോ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ തന്നെ വരും, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് വരും, അങ്ങനെയൊക്കെ വരും. അങ്ങനെയാണ് എനിക്ക് PRs വന്നിട്ടുള്ളത്. അപ്പം കുറച്ച് ആപ്ലിക്കേഷൻസ്, എനിക്ക് തുടക്കക്കാർക്ക് അതെനിക്ക് എന്നെപ്പോലുള്ളവർക്ക് പറ്റിയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യണം, പ്രൊഡക്ട്സ് മേടിച്ച് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്മിറ്റൻ നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സ്കിൻ കെയർ ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സ്മിറ്റൻ എന്നാണ് കേട്ടോ. അപ്പോൾ സ്മിറ്റൻ എന്ന് ഞാൻ 2019 ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അന്ന് എടുത്ത് വെച്ചിട്ട് എനിക്ക് നാണവും ചമ്മലും ഇതെല്ലാം കാരണം ഞാൻ ഇടാതിരുന്നൊരു വീഡിയോ ആണത്. അപ്പോൾ അന്ന് മേടിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് എൻ്റെ സ്കിൻ കെയർ ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2019. പക്ഷേ ഒരു വർഷത്തേക്ക് ആ ഒരൊറ്റ പ്രൊഡക്റ്റേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ. അതും ട്രയൽ പോയിൻറ്റ്സ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കത്തില്ലല്ലോ, പെട്ടെന്ന് തീർന്നു പോകും. അപ്പം ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച അത് നമ്മളങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണം ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇച്ചിരി ക്വാണ്ടിറ്റിയിൽ എടുത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഗുണം. ഞാൻ ഇങ്ങനെയൊക്കെയായിരുന്നു ഫേസ് വാഷ് എടുത്തിട്ട് ഫേസ് കഴുകുന്നത്. കാരണം തീർന്നു പോയി കഴിഞ്ഞാൽ എപ്പോഴും മേടിക്കൽ നടക്കത്തില്ല. അപ്പം ആ ഒരു വർഷം സ്മിറ്ററിൽ നിന്ന് മേടിച്ച ആ 6 പ്രോഡക്റ്റ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് ചെറിയ സാധനം, അത് തീർന്നു കഴിഞ്ഞപ്പോൾ തീർന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ 2-3 മാസം അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർന്നു കഴിഞ്ഞപ്പോൾ തീർന്നു. പിന്നെ ഒന്നും സ്കിൻ കെയർ ചെയ്തിട്ടില്ല, അങ്ങനെയായിരുന്നു. പക്ഷേ 2021 ആയപ്പോഴത്തേക്ക് ഞാൻ പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഫേസ് വാഷ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് ഞാൻ ഇതിൻ്റെയൊക്കെ റിവ്യൂ വീഡിയോ എടുക്കും എങ്കിലും വോയിസ് ഓവറൊക്കെ ചെയ്ത് ഞാൻ വെക്കുമെങ്കിലും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര നാണക്കേടായിരുന്നു. എന്തിനായിരുന്നു എന്നെനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. അങ്ങനെ ആവരുത്, നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തേക്കാം. നാട്ടുകാർ എന്തും പറയും, മൈൻഡ് ചെയ്യരുത്. ഇതിൽ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രാൻഡ്സിനെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാം. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു 10K സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലും, ഒരു 10K സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലും 10K ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടായിട്ട് പോകാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ബ്രാൻഡ്സിൻ്റെ അടുത്ത് ചോദിക്കുക. അതായത് ഹായ്, എൻ്റെ പേര് ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ നിങ്ങളുടെ പ്രൊഡക്ട്സ് റിവ്യൂ ചെയ്ത് ഇടണം എന്ന താല്പര്യമുണ്ട്. ഇൻ കേസ് അങ്ങനത്തെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് ജസ്റ്റ് നമ്മളൊരു ടെക്സ്റ്റ് ചെയ്തിട്ടിരുന്നാൽ മതി. അപ്പോൾ അവരങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊഫൈൽ ഇഷ്ടമായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നമുക്കിങ്ങോട്ട് ഫോമോ കാര്യങ്ങളൊക്കെ അയച്ചു തരും. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലടാ, എനിക്കറിയില്ല. എനിക്ക് ഇങ്ങോട്ട് കുറേ വന്നിട്ടുണ്ട് ഫോമൊക്കെ അയച്ചു തന്നിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത്രയും സൂക്ഷിച്ചാണ് ചെയ്യാറ്. എനിക്ക് ഇഷ്ടപ്പെടാത്തതാണെന്നുണ്ടെങ്കിൽ ഞാൻ റിവ്യൂ ചെയ്യത്തില്ല കേട്ടോ. അതൊന്നെങ്കിൽ ഞാൻ അപ്പം തന്നെ ബ്രാൻഡിന് കൊടുത്തയക്കും, അല്ലാന്നുണ്ടെങ്കിൽ അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പറയും. അങ്ങനെയാണ്. ഈ ഫ്രീ സ്കൗട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ഒരുപാട് ക്യാമ്പയിൻസ് ഉണ്ട്. ഇഷ്ടംപോലെ നമുക്ക് എന്താ പറയുക സെലക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഫോണിൽ അത് വർക്കിംഗ് അല്ല, എന്തോ ബഗ് അടിച്ചിട്ട് എന്ത് പറ്റിയെന്ന് എനിക്കറിയാൻ വയ്യ. ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്നും അങ്ങനെ വർക്ക് ആവുന്നില്ല. പിന്നെ എനിക്കല്ലാതെ നമുക്ക് ഈ ബ്രാൻഡ്സിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്നത് കൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ഇതിലേക്ക് അഹങ്കാരം എന്ന് വിചാരിക്കരുത് കേട്ടോ, അങ്ങനെ ചെയ്യാറില്ല. കാരണം അത് ഫ്രീ സ്കൗട്ടിൽ ഇച്ചിരി പാടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, നമ്മൾ ലിങ്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് വെയിറ്റ് ചെയ്യണം, പിന്നെ അവർ വരും. അങ്ങനത്തെ കുറച്ച് ടാസ്ക്കാണ്. പക്ഷേ ഗുഡ് ഗോ ക്രിയേറ്ററിലൊക്കെ നമ്മൾ ആമസോൺ റിവ്യൂ പരിപാടിയാണ്. അത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ആമസോൺ റിവ്യൂവർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്.
എത്ര പേര് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നെനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ജെനുവിനായിട്ട് പറയാണ്. ആമസോണിൽ എന്ത് കണക്ക് പ്രോഡക്റ്റ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. അതായത് ഇന്ന ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ബ്രാൻഡിൻ്റെ ഓരോരോ ക്യാമ്പയിൻ മാനേജറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയക്കാരെടുത്തിട്ട് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ സോർട്ട് ചെയ്തിട്ട് അവർ പറയും ഇന്ന പ്രോഡക്റ്റ് നിങ്ങൾ മേടിക്കുക. എന്നിട്ട് ഇപ്പം ആ പ്രോഡക്റ്റിന് 500 രൂപയാണെന്നിരിക്കട്ടെ. നിങ്ങൾ 500 രൂപ കൊടുത്ത് ആ പ്രോഡക്റ്റ് മേടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആമസോണിൽ ഇതിന് കുറച്ച് റിവ്യൂ ഇടാം. നമ്മുടെ ഒതൻറ്റിക് റിവ്യൂ ഇട്ടാൽ മതി. നമ്മുടെ റിവ്യൂ ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് ആ റിവ്യൂ ലൈവായി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഇവർ, ഒന്നെങ്കിൽ ഈ പൈസ നമുക്ക് ഫുള്ള് റീഫണ്ട് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൈസയുടെ 50%, ചിലപ്പം 60%, 70% അങ്ങനെയൊക്കെ നമുക്ക് അത്രയും എമൗണ്ട് റീഫണ്ട് ചെയ്യും. അപ്പം 500 രൂപയുടെ ഒരു സാധനം നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിച്ച് യൂസ് ചെയ്യുന്നതിൽ നമുക്ക് ചിലപ്പോൾ നടക്കണമെന്നില്ലല്ലോ. നമുക്ക് റിവ്യൂ പർപ്പസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് നടക്കണമെന്നില്ല. എപ്പോഴും അങ്ങനെ നടക്കണമെന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെ വരുന്ന ഇത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് മേടിച്ച് കഴിയുമ്പോൾ 500 രൂപയുടെ സാധനത്തിന് ചിലപ്പോൾ 460 രൂപ തിരിച്ചു കിട്ടത്തുള്ളായിരിക്കും. നമുക്ക് 40 രൂപയല്ലേ പോകുന്നുള്ളൂ, ബാക്കി പൈസ നമുക്ക് തിരിച്ച് കിട്ടുന്നില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആമസോൺ വഴി ഞാൻ അങ്ങനെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10, 15, 20 എണ്ണത്തോളം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിത് എൻ്റെ ജെന്യുവൻ റിവ്യൂ ആണ് കൊടുത്തിട്ടുള്ളത്, പൊക്കി അടിച്ചിട്ടില്ല. കാരണം ഞാനത് അത്രയും യൂസ് ചെയ്തിട്ട്, കാരണം പ്രൊഡക്റ്റ് വന്നാൽ 2 ദിവസത്തിനുള്ളതൊന്നും റിവ്യൂ ഉണ്ട്, നമുക്ക് ടൈമുണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടമായ മാത്രം അങ്ങനെ ചെയ്യാം. മനസ്സിലായി? അങ്ങനെ ഒരു റിവ്യൂവിങ് പരിപാടി അങ്ങനെയും കൂടെ ഉണ്ട്. പക്ഷെ അത് നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യും ആളുകൾ. ആമസോണിൻ്റെ ഇത് കണക്ക് ഇങ്ങനത്തെ ടീംസ് ഉണ്ടല്ലോ, അവർ നമ്മളെ ഇങ്ങോട്ട് എന്താ പറയുക അപ്രോച്ച് ചെയ്യും. കൊളാബ് ഏജൻസീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലോ ഇങ്ങനെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇതിനകത്ത് നമ്മൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൊഡക്ട്സിന് ലിങ്കും കാര്യങ്ങളും കിട്ടുക. ലിങ്ക് വഴി നമ്മൾ മേടിക്കുക, റിവ്യൂ ചെയ്യുക. റിവ്യൂ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആ പ്രൊഡക്റ്റിൻ്റെ പകുതി പൈസ to ഒരു 80% പൈസ നമുക്ക് തിരിച്ചിട്ട് ചിലതിൽ ഫുൾ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി കൂടെ ഉണ്ട്. അപ്പോൾ പിന്നെന്താ, അപ്പോൾ നിങ്ങൾ ഏതൊരു പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രോഡക്റ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റിവ്യൂ ചെയ്ത് തുടങ്ങുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കൊളാബ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് കൊണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ കൊളാബ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്, നല്ല നല്ല ബ്രാൻഡ്സ് എനിക്ക് കിട്ടുന്നത്. അപ്പം ഇനിയും അതങ്ങോട്ട് വേണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.